ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ഒരാഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്ഷൻ ക്യാൻസൽ ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിനെ വിട്ട് പുറത്തു പോകാൻ പോകുന്നത് ശരണ്യ ആനന്ദ് ആയിരിക്കും എന്നൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ജാൻമണി ദാസിനും ഒരുപോലെ സാധ്യത കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോളുകളിലാണെങ്കിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലാണെങ്കിലും ഈ പറയുന്ന ശരണ്യ ആനന്ദിനും ജാൻമണി ദാസിനും ഒരുപോലെ ഇവർ രണ്ടുപേരും വളരെ പുറകിലാണ് നിൽക്കുന്നത്. കുറെ സൈറ്റുകളിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ജാൻമണി വളരെ പുറകിലാണ്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പോളുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ശരണ്യ ആനന്ദ് വളരെ പുറകിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പും മുളകും ഫെയിമായിട്ട് വന്ന നമ്മുടെ ഋഷി കുമാർ ഒട്ടനവധി ഫാൻസ് ആയിട്ട് കയറി വന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് തന്റെ ഗെയിം വളരെ നല്ലതായതുകൊണ്ട് ഇപ്പൊ ആരുമില്ല കൂടെ. ഈ ആളും പുറകെ തന്നെയാണ്. ഇപ്പൊ വോട്ടിംഗ് സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഈ ഋഷിയാണ് ഏറ്റവും പുറകെ നിൽക്കുന്നത്. ഇവർക്ക് മൂന്ന് പേർക്കും ഒരുപോലെ സാധ്യത കാണാം. എന്നാലും ശരണ്യ ആനന്ദ് ആയിരിക്കും ബിഗ് ബോസ് ഹൗസിന് വിട്ട് പോകുന്നത്. അത്രയും സപ്പോർട്ടേഴ്സ് കുറവുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശരണ്യ ആനന്ദ്. ബിഗ് ബോസ് വീടിനെ വിട്ട് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജാൻമണി ദാസിനും നല്ല രീതിയിൽ സാധ്യത കാണുന്നുണ്ട്. കാരണം ജാൻമണി കോണ്ടന്റ് കൊടുക്കുന്നില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. സ്വയം പൊങ്ങിയിട്ടാണെങ്കിലും നമ്മളെല്ലാവരെയും കുറച്ച് ഭ്രാന്താക്കിയിട്ടാണെങ്കിലും ജാൻമണി ബിഗ് ബോസിൽ കോണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. എല്ലാ എപ്പിസോഡിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജാൻമണിയുടെ പക്ഷത്തു നിന്നുണ്ടാകും. ഈ ഒരു 6 വൈൽഡ് കാർഡുകൾ ഉള്ളിൽ കയറിയിരിക്കുന്ന സമയത്ത് ഇവർക്കെതിരെ കളിക്കാനും ഇവർക്കൊപ്പം കളിക്കാനും ബിഗ് ബോസ് ഹൗസിൽ ആള് വേണം. അതുകൊണ്ട് ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ശരണ്യയും ജാൻമണിയും ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്നത്. പക്ഷേ ഡബിൾ എവിക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യത ഈ ഒരു സാഹചര്യത്തിൽ കാണുന്നില്ല. ഒന്നും പറയാൻ പറ്റില്ല. ബിഗ് ബോസ് മാറ്റിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഒരു 6ാം സീസണിൽ വന്നിരിക്കുന്നത്. നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഡബിൾ എവിക്ഷൻ ഉണ്ടാവും, ചിലപ്പോൾ 3 പേരെ പുറത്താക്കും, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എവിക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരണ്യ ആനന്ദ് ബിഗ് ബോസ് മലയാളം സീസൺ 6 വിട്ട് പുറത്തു പോകും. അല്ലെങ്കിൽ ഈ പറയുന്ന ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ജാൻമണി ദാസും ശരണ്യ ആനന്ദും രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങേണ്ട സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത്. എന്തൊക്കെയായാലും ഇവർ രണ്ടുപേരും തന്നെ ആയിരിക്കും. വേറെ എന്താണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ പോളുകളിലായാലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലായാലും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് വൈൽഡ് കാർഡ് ആയിട്ടുള്ള അഭിഷേക് ശ്രീകുമാർ ആണ്. വളരെ നല്ല ഗെയിമാണ് കളിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറെ പേർക്കൊന്നും യോജിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. അത് വേറെ കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ അൻസിബ വളരെ നല്ലൊരു ഗെയിമാണ് ഈ ഒരു വീക്കിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ അതിമനോഹരമൊന്നും പറയാനില്ല. എന്നാലും മറ്റുള്ള വീക്കുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു വീക്കിൽ പെർഫോം ചെയ്യാനായിട്ട് അൻസിബക്ക് സാധിച്ചു. അതിന്റെ ഒരു സപ്പോർട്ടേഴ്സും കാര്യങ്ങളും ഈ ഒരു സമയത്ത് അൻസിബക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീതും അർജുനും തമ്മിലുള്ള ആ ഒരു പ്രണയം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും കുറച്ച് നാളുകൾ കൂടി ശ്രീതുവിനെ അവിടെ പിടിച്ചു നിർത്തിയേ പറ്റൂ. അതിന്റെ ഒരു സപ്പോർട്ടേഴ്സ് ഈ ഒരു സമയത്ത് ശ്രീതുവിനുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടെങ്കിൽ ശരണ്യ ആനന്ദ് അല്ലെങ്കിൽ നമ്മുടെ ശരണ്യ ആനന്ദ് ജാൻമണി ദാസും ഒന്നിച്ചു പുറത്താകും. അപ്പൊ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്